അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ മുസ്തഫ വആലിഹി വഅസ്ഹാബിഹിൽ മുസ്തഖ്മിലീന ശുറഫ അമ്മാ ബഅദ്. ആദരണീയരും ബഹുമാന്യരുമായ ഈ വഖഫ് സംരക്ഷണ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പ്രിയങ്കരനായ CM ലത്തീഫ് സാഹിബ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാലികമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് SDPI സംഘടിപ്പിച്ച ഈ വഖഫ് സംരക്ഷണ റാലിക്ക് എൻ്റെ സംഘത്തിൻ്റെ കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും ഐക്യദാർഢ്യം അറിയിക്കുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നിരിക്കുന്നത്. മതേതരത്വത്തിനും ജനാധിപത്യത്തിനും പേരുകേട്ട ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൈനിക ശക്തിയിലോ സാമ്പത്തിക ശക്തിയിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ അല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സുശക്തമായ ഭരണഘടനയുടെ പേരിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഈ ഭരണഘടനയുടെ തണലിൽ നമ്മുടെ രാജ്യത്തിന് തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഏതാനും വർഷങ്ങളായി പലപ്പോഴും ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഖേദത്തോടുകൂടെയും പ്രതിഷേധത്തോടുകൂടെയും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്വം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ഗാന്ധിജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അംബേദ്കറുമെല്ലാം വിഭാവനം ചെയ്ത ഇന്ത്യ അതില്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിൻ്റെ തെരുവിൽ രാജ്യത്തെ പൗരന്മാർ പോരാടേണ്ടി വരുന്ന ഒരു ദുര്യോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളെല്ലാം ചവിട്ടിമതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയ്ക്കും ഭരണഘടനയുടെ മൂല്യങ്ങൾക്കുമെല്ലാം കാവലാളുകളാവേണ്ട ഭരണകർത്താക്കൾ തന്നെ നമ്മുടെ ഭരണഘടനയെ അവമതിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന ദുര്യോഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മുസ്ലിം പേരുകളും അറബ് നാമങ്ങളുമെല്ലാം തുടച്ചു നീക്കുകയാണ് ഏതാനും കാലങ്ങളായിക്കൊണ്ട്. രാജ്യത്തിൻ്റെ പുരോഗതി ഇത്തരം കാര്യങ്ങളിലാണ് എന്ന് കരുതുന്ന മൗഢ്യമായ ഒരു ഭരണകൂടമാണ് നമ്മുടെ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 7 നൂറ്റാണ്ടിലധികം കാലം മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന ഈ ഭൂപ്രദേശത്തെ ഒരൊറ്റ രാജ്യമാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം രാജാക്കന്മാർ, ആ ഭരണത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകളും പ്രതീകങ്ങളുമായി നമ്മുടെ രാജ്യത്തൊട്ടനേകം ലോകമഹാത്ഭുതങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നുണ്ട്. താജ്മഹൽ, കുതുബ് മിനാർ തുടങ്ങി
അനേകം സ്മാരകങ്ങൾ. ഭ്രാന്തമായ മുസ്ലിം വിരോധം രാജ്യത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പേരുകളെല്ലാം, അറബ് നാമങ്ങളും ശബ്ദങ്ങളുമെല്ലാം തുടച്ചു നീക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അമ്പലങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്ത പൂർവികരായ ഹൈന്ദവ ജന്മിമാർ അതിൻ്റെയൊക്കെ നിത്യനിദാനമായ ചെലവുകൾക്ക് വേണ്ടി സമ്പത്തും ധനവും നീക്കിവെച്ചു നമ്മുടെ രാജ്യത്ത് എന്ന് നമുക്കറിയാം. അതിനാണ് ദേവസ്വം വക എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പള്ളികളും മദ്രസകളും മുസാഫിർ ഖാനകളുമെല്ലാം സ്ഥാപിച്ച മുസ്ലിമീങ്ങൾ അതിൻ്റെ നിത്യനിദാന ചെലവുകൾക്ക് വേണ്ടി നീക്കിവെച്ചതാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫും കേന്ദ്ര ഭരണകൂടത്തിന്റെ പേരിലാക്കാനും കയ്യേറ്റക്കാരെ സഹായിക്കാനും എന്നുവേണ്ട വഖഫ് എന്ന് പറയുന്ന പേര് പോലും ഇല്ലാതെയാക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ ഈ പുതിയ കിരാതമായ നിയമത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ഫാസിസ്റ്റ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കടുത്ത വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രവും വിദ്വേഷത്തിന്റെ ആർപ്പുവിളികളുമാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അകത്തും പുറത്തുമൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ഈ വഖഫ് ഭേദഗതി നിയമവും വഖഫിന്റെ മേലിലുള്ള കയ്യേറ്റ ശ്രമങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന ഇത്തരം കാടത്തങ്ങൾക്കെതിരെ കൂട്ടമായി പ്രതിരോധിക്കേണ്ടതും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതും നമ്മുടെ ഏവരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഉറച്ച് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടതാണ്. ഈ സമയത്ത് പ്രത്യേകമായി കൊണ്ട് ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 8-ാം തീയതി ഞങ്ങളുടെ ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗം കോഴിക്കോട് ജമിയത്തുൽ ഉലമ ആസ്ഥാനം ത്വയ്ബ സെന്ററിൽ ചേർന്ന മുഷാവറ യോഗം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കിരാതമായ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ, വഖഫിന്റെ മേലിലുള്ള കയ്യേറ്റത്തിനെതിരെ ഇന്ത്യ രാജ്യത്തെ എല്ലാവിധ വിഭാഗങ്ങളും ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ ഇത്തരം നീക്കങ്ങൾക്കെതിരെയെല്ലാം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും ആ പരിപാടികളുമായി കൊണ്ട് രാജ്യത്തെ മുഴുവൻ വിശ്വാസികളും മതേതര സമൂഹവും സഹകരിക്കേണ്ടതുണ്ട് എന്നും തങ്ങളുടെ മുഷാവറ ഐക്യകണ്ഠേന കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് SDPI സംഘടിപ്പിച്ച ഈ വഖഫ് സംരക്ഷണ സമ്മേളനത്തിന് പ്രത്യേകമായി കൊണ്ട് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി ഈ ഉള്ളവൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമുദായത്തിന്റെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന മുഖ്യധാരാ സംഘടനകളെല്ലാം മുസ്ലിം ലീഗ് പാർട്ടിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒക്കെ നമ്മുടെ സമുദായത്തെ ഭൂരിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്നവരാണല്ലോ. അവരൊക്കെ ഈ പരിപാടി ഏറ്റെടുക്കുകയും ഈ പ്രക്ഷോഭ പരിപാടിയുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപകം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഏത് വേട്ടക്കാരനെയും തോൽപ്പിക്കാൻ ഇരകളുടെ ഐക്യം തീർച്ചയായും ശക്തമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടായ്മകളിലൂടെ നമ്മുടെ ശക്തി തെളിയിക്കുകയും നമ്മളെല്ലാവരും കിരാതമായ ഇത്തരം നിലപാടുകൾക്കെതിരെ ഒത്തൊരുമിച്ച് നിൽക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെയും പോഷക ഘടകങ്ങളുടെയും എല്ലാവിധ പിന്തുണയും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.